വേഗം വായോ, വണ്ടി വന്നിട്ടുണ്ടാവും. വന്നില്ല വണ്ടി. ഭക്ഷണമൊക്കെ മുഴുവൻ കഴിച്ചോളണം കേട്ടാ. എന്താ വണ്ടി കണ്ണത്ത്? വരുന്നുണ്ട്. ഓടല്ലേ. കുട്ടീനെ പറഞ്ഞാവൂലേ? വണ്ടി പിന്നെ ഞങ്ങള് മനസ്സിലായില്ലേ? മനസ്സിലായി കബീർ. അവിടെ അടുത്ത് തന്നെ. അപ്പൊ അത് നമ്മളെ സുഹൃത്ത് തന്നെയാണ്. കഴിഞ്ഞ ഞങ്ങൾ എല്ലാ പ്രാവശ്യം പിരിവിന്റെ അന്ന് ഇവിടെ വരലുണ്ട്. ഇപ്രാവശ്യം നമ്മളെ ചന്ദനക്കുടം നേർച്ച, അപ്പൊ അതിന്റെ ഒരു പിരിവായിട്ട് വന്നതാണ്. ഇപ്രാവശ്യം കുറച്ച് പൈസ കൂടുതലാ. പിന്നെ 20 ആനയാണ് ഇപ്രാവശ്യം ഉള്ളത്. 20 ആന, പിന്നെ അതിന്റെ കൊട്ട്, കാഴ്ചകള്, വരവ് എല്ലാം കൂടിയിട്ട് നല്ലൊരു പൈസ ചെലവുണ്ട്. അപ്പോ റഹ്മാനക്ക വിളിക്കലില്ലേ? വിളിക്കലുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം മൂപ്പര് 10 ഉറുപ്പ്യ തന്നുള്ളൂ. അതിന്റെ മുമ്പ് 10,000 തന്നു. 10,000 ഉറുപ്പ്യാണ് കഴിഞ്ഞ പ്രാവശ്യം എഴുതിയത്. അതിന്റെ മുമ്പ് 10,000. അതന്നെ കഴിഞ്ഞ പ്രാവശ്യം എന്തേ എത്ര കിട്ടിയില്ല, 5,000 കുറഞ്ഞല്ലോ വെച്ചിട്ട് കമ്മിറ്റിയില് ഞങ്ങള് കറക്റ്റ് ചോദിച്ചു വാങ്ങാനിട്ടാണ് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടായതാ. അല്ല, കമ്മിറ്റി അല്ലേ, നമ്മളെ ദേശത്തെ ഒരു പരിപാടിയല്ലേ. നമ്മളെ നേർച്ചയല്ലേ. അപ്പൊ നമുക്ക് അതിന് എന്തായാലും നമ്മളെ മഹലില് പെട്ട കാര്യല്ലേ. 500 ഉറുപ്പ്യ എന്താണ് താത്തങ്ങൾ ഈ പറയണത്? 500 ഉറുപ്പ്യ ഒന്നും എഴുതാൻ പറ്റില്ല. ഞങ്ങള് ഒരു 15 ഉറുപ്പ്യ, ഒരു 20 ഉറുപ്പ്യ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഒരു 15 ഉറുപ്പ്യ എഴുതാം. വേണ്ട, നിങ്ങള് റഹ്മാൻക്കാക്കൊന്ന് മിസ് അടിക്കും. ഞാൻ ഇപ്പൊ വിളിച്ച് സംസാരിക്കാം. അതിന്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾ 500 ഉറുപ്പ്യ എഴുതിയിട്ട് കാര്യമില്ല. കുട്ടികളെ കല്യാണം കഴിപ്പിക്കണ പരിപാടിയൊന്നും അല്ലല്ലോ. എത്തിയും കുട്ടികളെ കല്യാണം കഴിപ്പിക്കണ വേറെ പരിപാടിയല്ലേ. ഇതിപ്പോ നമ്മളെ നാട്ടിലത്തെ ഒരു പരിപാടിയാണ്. നമ്മളെ മഹലിൽ പെട്ടിട്ടുള്ള മഹല്ലോ. എന്ത് മഹല്? മഹലിൽ ഉൾപ്പെടുന്ന സ്ഥലമാണല്ലോ നമ്മളെ ദേശം. അത് നിങ്ങൾ പറഞ്ഞ ശരിയാ, മഹലിൽ ഉൾപ്പെടുന്ന സ്ഥലം തന്നെയാണ് ഞങ്ങളെ വീടൊക്കെ. പക്ഷെ ഈ ഒരു പരിപാടിയും മഹലും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇതിപ്പോ നമ്മളെ നാട്ടിലത്തെ ഒരു പരിപാടി. നമ്മളെ നാട്ടിൽ തന്നെ അല്ല നിങ്ങളോട് ചോദിച്ചത്. ഈ പരിപാടിയും മഹലും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ചോദ്യം ചെയ്യണത് ഈ 10,000-15,000 ഉറുപ്പ്യ ഞങ്ങളെ പോലെ സാധാരണക്കാരെടുത്ത് തരാനില്ല. എന്തിനാ? നിങ്ങളെ പോലെ ആൾക്കാർക്ക് കള്ളുടിച്ചിട്ട് അതിന് മുമ്പിൽ കിടന്ന് തുള്ളാനോ? നിങ്ങളിപ്പോ നേരത്തെ പറഞ്ഞ ആന, ബാൻഡ് സെറ്റ്, അത് ഇത് മറ്റത് മറിച്ചത്, ഇതിന്റെയൊക്കെ മുമ്പില് മുസ്ലിങ്ങളും ഹിന്ദുക്കളും എല്ലാരും നിങ്ങൾ തുള്ളു കാണുന്നുണ്ട്. അതുപോലെ തുള്ളാനാണോ എന്റെ കെട്ടോൻ അങ്ങേ തലക്കണം എന്നിട്ട് ഞങ്ങളെ വിട്ട് നയിച്ചുണ്ടാക്കുന്നത്? എന്താ പറയണ? അവനാന്റെ നാട്ടിലത്തെ ഒരു പരിപാടിയാണ്. കുട്ടികളാണ്. നിങ്ങളൊരു കാര്യം ചെയ്താൽ പൊന്നാരക്കാക്കേ, നിങ്ങളൊരു കാര്യം തോന്നി, നിങ്ങളൊരു 10 കുട്ടികളെ കല്യാണം കഴിപ്പിക്കേ, ഇല്ലെങ്കിൽ വല്ല അന്നദാനോ അതൊക്കെ നടത്തുക. അത് വേറെ വഴിക്ക് അതിന്റെ വഴിക്ക് നടന്നോളൂ. ഇത് നാട്ടിലത്തെ ഒരു പരിപാടിയാണ്. അപ്പൊ അവിടുത്തെ കുട്ടികൾ കുറച്ച് എന്റർടൈൻ ചെയ്യാം, ഒരു എൻജോയ് ചെയ്യാം. ആ എൻജോയ്മെന്റും ഞങ്ങൾ കാണാറുണ്ട്. ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ നിങ്ങളെപ്പോലുള്ള ആൾക്കാർ പോലെ ഈ പകൽമാന്യൻ ഇങ്ങനെ നടന്നിട്ട് രാത്രി ആകുമ്പോ ഇതൊക്കെ അല്ലേ നിങ്ങളുടെ പരിപാടി അല്ലേ? ഇല്ലാത്ത കാര്യം പറയരുതട്ടാ. ഞാനില്ലാത്തതാണോ? ഞാനില്ലാത്തതാ പറഞ്ഞത്. നിങ്ങളിപ്പോ ഈ പരിപാടിയാ നീർച്ച? ഏത് നീർച്ചക്കാണ്? എനിക്ക് മനസ്സിലായില്ല നീർച്ച. എനിക്ക് അറിയാവുന്നത് നീർച്ച എന്ന് പറഞ്ഞാല് പള്ളിക്കല് നീർച്ചയുടെ സമയത്ത് ചോറ് വെച്ച അന്നദാനം നടത്താറുണ്ട്. എന്റെ അറിവില്ല. അതുണ്ടല്ലോ. അതൊക്കെ ഒന്നാ അതിപ്പോ നമ്മള് ആനേനെയാണ് കൊണ്ടുപോകുന്നത്. നിങ്ങള് പറഞ്ഞത് ശരിയാണ്. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം കേട്ടാ. ബ്രിട്ടീഷുകാരോടെ നികുതി കൊടുക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ് പൊരുതി ഒരു മഹാനുണ്ട്. ആ മഹാൻ അന്തി ഉറങ്ങുന്ന മണ്ണാണിത്. ആ മണ്ണിലാണ് നിങ്ങൾ ഈ തമ്മാടിത്തരം മൊത്തം കാണിക്കുന്നത്. ഇതിന് നീർച്ചാന്നല്ല പറയാ, ഇതിന് പൂരം എന്നാ പറയാ. ശരിക്കുള്ള പൂരം. കള്ള് കുടിച്ച് മുസ്ലിമും പല ആൾക്കാരും കിടന്ന് ആറാടുന്ന പൂരം. ഏത് മൊയിലേനെ കണ്ടിട്ടുണ്ട് നിങ്ങൾ നീർച്ചയുടെ മുമ്പിൽ തുള്ളി കളിക്കണില്ലേ? ഏത് മൊയിലേനുള്ളത്? പള്ളിക്ക ഏത് കത്തിയുള്ളത്? ഏത് നിങ്ങളൊരു മൊയിലേനെ കാണിച്ചേരി. നിങ്ങളിപ്പോ എന്തായി പറയുന്നത്? മൊയിലിയാക്കന്മാർ ഇതിന് തുള്ളുണ്ട്. കൂടുതൽ പറയാനില്ല. എന്റെ കുടുംബത്തിലുള്ള പൈസ ഈ തമ്മാടി തിരക്കിന് കിട്ടൂല. കഴിഞ്ഞ പ്രാവശ്യം റഹ്മാനക്ക ഞങ്ങൾക്ക് അതിന്റെ മുന്നത്തെ പ്രാവശ്യം അതന്നെ നിങ്ങൾക്ക് 10 പൈസ ഈ പരിപാടി കള്ളുടി പരിപാടിക്ക് തന്നില്ലെങ്കിൽ കെട്ടുകാർക്കുള്ള ഞാൻ കൊടുത്തോണ്ട്. അത് ശരി. ഇനി എന്റെ മക്കളെ ഇവിടെ ആക്കിയിട്ട് അങ്ങേ തലക്കെ പോയിട്ട് അധ്വാനിച്ചുണ്ടാക്കണേ നാണും മണ്ടങ്ങൾക്കൊക്കെ. ഇപ്രാവശ്യം ഞങ്ങളെ കമ്മിറ്റിയിൽ മുമ്പ് ഉണ്ടായിരുന്ന ആളെ കാശില്ലടോ. നിങ്ങളുടെ ഭർത്താവ് ഞങ്ങളെ കമ്മിറ്റിയിൽ ആദ്യം ഉണ്ടായിരുന്നല്ലേ? നിങ്ങളെ കെട്ടിയോ? കാലത്ത് ഇപ്പൊക്കെ വിവരണ്ട്. നിങ്ങൾ പോവാൻ നോക്കി കാക്കേ.
നിങ്ങള് ചെല്ലാൻ നോക്കി ഈ കുടുംബത്തിൽ ഇത് നമ്മളെ നാട്ടിലത്തെ ഒരു ആവശ്യം ഇതൊക്കെയാണ്. ഇപ്പൊ നിങ്ങൾ ഈ പറയാനുള്ളത് പറഞ്ഞു, നിങ്ങൾ ഇത് 4 ആൾക്കാരെ അറിയിച്ചില്ല പറഞ്ഞു, ഈ വീട്ടിലത്തെ എല്ലാവരും കൊണ്ട് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ ഈ പരിപാടി ആർക്ക് ഗുണണ്ടായിട്ടാ, ആർക്ക് ഗുണണ്ടായിട്ടാ, ഗുണണ്ടായിട്ടാ ഒന്ന് പറഞ്ഞു തരോ? നിങ്ങൾ ഈ പരിപാടി നടത്തി എന്ത് ഗുണമാണ് നാട്ടിലുള്ളത്? എന്ത് ഗുണം നാട്ടിലുള്ളത് പറയാൻ സമ്മതിക്കും. നിങ്ങൾക്ക് പറയാൻ എന്താ ഉള്ളത്? നമ്മളെ നാട്ടിലത്തെ ആൾക്കാരും കുട്ടികളും എല്ലാവരും ഒന്നിച്ചുകൂടി ഒരു ദിവസം ഒന്ന് ആഘോഷിക്കണ ഒരു പരിപാടിയല്ലേ ഇത്. അങ്ങടെ ആഘോഷത്താണല്ലോ, അത് നന്നായിട്ട് നടക്കുന്നുണ്ട്. അതിന് പൈസ നിങ്ങള് റഹ്മാനിക്കാനെ വിളിക്കും. റഹ്മാനിക്കാരെ വിളിക്കലല്ല പണി. അപ്പൊ നിങ്ങളെ ഇവിടുത്തെ ആണ് മൂപ്പര ഇവിടുത്തെ ഞങ്ങളുടെ കുടുംബത്തെ കേസ് താൻ അന്വേഷിക്കാറില്ല. താൻ തന്റെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ പോയെന്നൊക്കെ അന്വേഷിക്കാൻ നോക്ക്. ചെല്ല്, വണ്ടി വിടാൻ നോക്ക്. ഈ വക തോൽവിനൊന്നും ഇവിടെ ഇറങ്ങി പോണോ? അവനാന്റെ നാട്ടിലെ നേർച്ചേനെയാണ് ഈ അപമാനിക്കുന്നത്. അതെ, അങ്ങനെ തന്നെയാണ്. മിണ്ടി പോരാ വാക്ക്. നീർച്ച മാന്യമായിട്ട് നടത്തുന്നുണ്ട്. മഹല്ലുകാരും മാലിന്യ കമ്മിറ്റിക്കാരും കൂടിയിട്ട് നാട്ടുകാരും കൂടിയിട്ട് അതിൽ ചെല്ലാറുണ്ടല്ലോ ഒരു പാത്രം വീണ്ടും ചോറിന് ഇല്ലേ? ചോറുകൾ ആയിരക്കണക്കിന് ആൾക്കാരെ ഒരു നേരത്തെ വിശപ്പ് മാറ്റുന്ന അതാണ് നടത്തേണ്ടത്. അല്ലാണ്ട് കുറച്ച് ആനകളും കുറച്ച് ബാൻഡും കുറച്ച് പാട്ടും കുറച്ച് കള്ളും ഇതാണല്ലോ. എന്താ പേര് പറയണ അല്ലതാത്തെ. ആനേനെ എഴുന്നള്ളിക്കേണ്ടോടത്ത് പിന്നെ കുതിരേനെ കൊടുത്ത് എഴുന്നള്ളിക്കാൻ പറ്റോ? ഈ ഒരു കാര്യം ചെയ്യും, കുതിരനെ കൊണ്ട് എഴുന്നള്ളിച്ചോ, അത് നടത്തിക്കോ. നാട്ടിലേക്ക് കാച്ചും വെച്ചിട്ടേ അത് നടത്താൻ നോക്ക്, കുതിരനെ എഴുന്നള്ളിക്കാൻ നോക്ക്. ആന നട്ടുച്ചക്ക് കൊണ്ടു നിർത്തിയിട്ട് ആന ഉണ്ടാക്കുന്ന പുകില് വേറെ നാണും മാനില്ല നിങ്ങൾക്കൊന്നും. അതിനൊക്കെ നോക്കാൻ പ്രൊട്ടക്ഷൻ പോലീസും ആൾക്കാരും അവരൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിലെ കുട്ടികളാണ്. കാശ് കിട്ടൂല, ഇവിടെ ഒന്ന് ചലച്ചിട്ട് കാര്യമില്ല. കിട്ടിയതാണല്ലോ. തരാൻ ഉദ്ദേശിച്ചിട്ട് റഹ്മാൻഖാൻ ഇക്കാര്യത്തിൽ വിളിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളൊരു 10 പെൺകുട്ടികളെ കല്യാണം നടത്താച്ച വരും, ഞാൻ തരുന്ന നിങ്ങൾക്ക് 1 ലക്ഷം രൂപ തരും. ഞാന് ഒരു 10 പെൺകുട്ടികളെ കല്യാണം കഴിപ്പിക്കും, 1 ലക്ഷം രൂപ തരും ഞാൻ. ഒരു നാട്ടിൽ അന്നദാനം നടത്തുന്നുണ്ടല്ലോ, ഞാൻ കൊടുത്തത് പൈസ. നിങ്ങളെ ഈ തേരോട്ടത്തിന് ഇന്റെ അടുത്ത് കാശില്ല. ഇന്റെ കെട്ടിയോനെ അസലായിട്ട് നയിച്ചുണ്ടാക്കണ സത്യമുള്ള പൈസ അത് നിങ്ങളെ മൈ ദുൽമാലിക്കാൻ വേണ്ടി തരാളല്ല ട്ടാ. ചെല്ലാൻ നോക്ക്. തൽക്കാലം ഒന്ന് പറയാൻ നിൽക്കണ, പോവാൻ നോക്ക്. അനക്കൊന്നും പറയാനില്ലടാ. അങ്ങനെയുള്ള ഊമള കൊണ്ട് കിടക്കണ നല്ലത്. ചെല്ല് വണ്ടി കയറാൻ നോക്ക്. നിങ്ങളൊരു കാര്യം ചെയ്യുന്ന റഹ്മാൻഖാന്റെ നമ്പർ ഒരാളെ നമ്പർ തരാൻ മനസ്സില്ല. ചെല്ലാൻ നോക്ക്. ഇവിടെ കാശില്ലാന്ന് നീർച്ച നടത്തട്ടെ, മാലിന്യ കമ്മിറ്റിക്കാർ നീർച്ച നടത്തട്ടെ. 10 ആൾക്കാർക്ക് ചോറ് എടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ, ഞാൻ കൊടുത്തോളാം. ഇന്റെ അടുത്ത് കൊടുക്കാൻ കാശുണ്ട്, ഞാൻ കൊടുത്തോളാം. ഈ തമ്മാട്ടത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കിട്ടൂല. വണ്ടി കിട്ടോ? എന്റെ താത്ത അന്നദാനം കാര്യങ്ങളൊക്കെ വേറെ നടത്തുന്നുണ്ട്, അതിന് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോ 4 ആനേനെ കൊണ്ടിട്ട് 4 ആനനെ കൊണ്ടുവന്നിട്ട് എന്ത് കിട്ടാനാടോ? ഇങ്ങനെ 4 ആണിനെ കൊടുത്തിട്ട് അവിടെ കൊണ്ട് പ്രദർശിപ്പ് നിർത്തിയിട്ട് ആ നട്ടുച്ച വേദത്ത് 4 ആന കിടന്ന് കാട്ടി കൂട്ടത് കണ്ടിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? ഇക്കെന്താ ഇന്ന് നേട്ടമുള്ളത്? ഞാൻ ഇസ്ലാമിന് അതുകൊണ്ടാ പറഞ്ഞത്. ഞാൻ ഇസ്ലാം ആയതുകൊണ്ട്. ഏത് കിതാബിലാണോ പറഞ്ഞിട്ടുള്ളത് ആന കൊണ്ടുവന്നിട്ട് മട്ടം നടന്നത്? ഏത് കിതാബിലാണത്? ഒരാൾക്ക് വിശക്കണേന് ചോറ് കൊടുക്കണം കിതാബിൽ പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ പഠിപ്പിക്കണ്ട. വയലാവ് പറക്കി ഞങ്ങൾ ഈ ചുറ്റോറത്തുള്ള ആൾക്കാരനെ സാമൂഹ്യ പ്രവർത്തനം ചെയ്യും. അതെ, എന്താ വേണ്ടത് ഞങ്ങൾക്ക് അറിയാം. ഒറ്റക്കല്ല ഇവിടെ താമസം. വേണ്ട വിധത്തിൽ എന്താ നാട്ടില് പറയണ്ടെന്നുള്ളത് മാങ്ങ പറിക്കാൻ നിങ്ങൾ ഇവിടുത്തെ ആണാ പെണ്ണ കാശ് കൊടുക്കാൻ പറ്റില്ല പോലെ തോന്നിയാസ വർത്താനം. അന്റെ പേടിപ്പിക്കലൊക്കെ അന്റെ കുടുംബത്ത് ഇന്ന തൊട്ട് വരണ്ട. ജെല്ലപ്പെട്ട കാര്യം നോക്കണം.